അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഹെൽത്തി റെസിപ്പി വഴിയാണ് കേട്ടോ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പി വഴിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നെല്ലിക്ക വെച്ചിട്ട് നല്ലൊരു തേനെല്ലിക്കയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതും ഷുഗറോ ശർക്കരയോ ഒന്നും ആഡ് ചെയ്യാതുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തേനെല്ലിക്കയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരു 3/4 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇനി നമുക്ക് ആദ്യം തന്നെ അത് ഒന്ന് ഇഡലി തട്ടിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. കാരണം നെല്ലിക്ക നന്നായിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വിറ്റാമിൻസ് നഷ്ടപ്പെട്ടു പോവാണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് വെച്ചിട്ട് ഒന്ന് ആവിയിലൊന്ന് ചെറുതായിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പം നെല്ലിക്ക ഞാനിവിടെ ആവിയൊക്കെ കയറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓരോ നെല്ലിക്കകത്തും ഇതുപോലെ ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഫോർക്കോ ഏതെങ്കിലും വെച്ചിട്ടിങ്ങനെ ചെറിയ ചെറിയ ഹോളുകളൊന്ന് ഇട്ട് കൊടുക്കണേ. എന്നാലേ നമുക്ക് ആ ഒരു മധുരം അതിനകത്തൊക്കെ നെല്ലിക്കയുടെ അകത്തൊക്കെ നന്നായിട്ട് കയറി കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ നെല്ലിക്ക മുഴുവനും ഞാൻ നന്നായിട്ട് ഹോളിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനേക്കുള്ള തേൻ റെഡിയാക്കാം. അപ്പോൾ സാധാരണ തേനെല്ലിക്ക ഉണ്ടാക്കുമ്പോൾ ഷുഗറും ശർക്കരയൊക്കെയാണ് ആഡ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പം നമ്മൾ ചിലപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കോ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും അത് കഴിക്കാൻ പറ്റത്തില്ല. ഇഷ്ടം ഉണ്ടായത് തന്നെ നമുക്ക് ഷുഗറൊക്കെ ആഡ് ചെയ്യുന്നതിനെ കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ പഞ്ചാരയ്ക്ക് പകരം ചേർത്ത് കൊടുക്കുന്നത് കരിപ്പോട്ടിയാണ്. കരിപ്പോട്ടി, 2 നാരങ്ങ, കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, 2 ഏലക്ക, ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കരിപ്പോട്ടി ഒന്ന് ഉരുക്കിയെടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നന്നായിട്ട് പൊടിയോ അഴുക്കോ ഒക്കെ കാണും. അപ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ട് അതൊന്ന് ഉരുക്കി ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കരിപ്പോട്ടി ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ എടുത്ത് വെച്ചിരുന്ന ആ ഒരു കറുവപ്പട്ടയുടെ പീസും ഗ്രാമ്പുവും ഏലക്കായും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കരിപ്പോട്ടിയുടെ ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പം നെല്ലിക്ക നമ്മൾ ആദ്യം തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. ആ ഒരു കരിപ്പോട്ടി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയൊക്കെ വരട്ടെ, എന്നിട്ട് ഇട്ട് കൊടുക്കാം. കാരണം നെല്ലിക്ക ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ ആ ഒരു അതിനകത്തുള്ള എല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പം വിറ്റാമിൻസൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നമുക്കിത് ലാസ്റ്റ് ഇതൊന്ന് തിളച്ച് കുറുകിയ ശേഷം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കിടന്നിട്ട് തന്നെ നന്നായിട്ട് അതിനകത്തെല്ലാം ആ ഒരു മധുരം പിടിച്ചോളും. പിന്നെ നന്നായിട്ട് തിളച്ച് ഒരു കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എപ്പോഴും ഈ തേനെല്ലിക്ക കഴിക്കുമ്പോൾ നമുക്കൊരു മധുരത്തിൻ്റെ കൂടെ ചെറിയ എരിവ് വേണമെന്ന് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പം ഞാൻ അതിനകത്തേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ചെറിയൊരു എരി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനാലും കുരുമുളക് പൊടി നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേ നെല്ലിക്ക അതിനകത്തേക്ക് നമുക്ക് വാരിയിട്ട് കൊടുക്കാം. ഞാനൊരു 3/4 കിലോ നെല്ലിക്കയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1/2 കിലോ കരിപ്പോട്ടി എടുത്തിട്ടുണ്ട് ഉരുക്കാൻ വേണ്ടിയിട്ട്. നെല്ലിക്ക മുഴുവൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ചൊരു നാരങ്ങ നീര് കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ കരിപ്പോട്ടി ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു അതിനകത്ത് വരുന്ന ആ ഒരു കരിപ്പോട്ടിയുടെ അതുകൂടി നമുക്ക് കുടിക്കാൻ പറ്റും. കാരണം തേനെല്ലിക്ക മറ്റേതാകുമ്പോൾ പഞ്ചസാര സിറപ്പല്ലേ, അത് കൂടുതൽ നെല്ലിക്കയ്ക്കകത്ത് പറ്റിയായിരിക്കും ഇരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നമുക്ക് കുടിക്കുകയും ചെയ്യാം. ഹെൽത്തിന് യാതൊരു കുഴപ്പവും വരത്തില്ല. കാരണം കരിപ്പോട്ടി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്നൊരു സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമുക്കപ്പം ഒരു സ്പൂൺ വെച്ച് നെല്ലിക്കയുടെ കൂടെ തന്നെ ഒരു സ്പൂൺ വെച്ച് നമുക്കിത് കുടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തിള വരുമ്പോൾ നമുക്കങ്ങ് ഓഫാക്കി വെക്കാം. ഇനി അത് തണുത്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ തേനെല്ലിക്ക നന്നായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെല്ലിക്കയ്ക്കകത്തൊക്കെ നല്ലതുപോലെ തന്നെ ആ ഒരു മധുരം ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊരു കുപ്പിക്കകത്ത് ഇട്ട് വെക്കണം കേട്ടോ. ഗ്ലാസ് ഭരണി മാത്രമേ ഇടാവൂ. അത് അല്ലാതുള്ള സ്റ്റീലിലോ അലൂമിനിയോ പ്ലാസ്റ്റിക്കിലോ ഒന്നും ഇടരുത്. ഇപ്പോൾ ഗ്ലാസ് കുപ്പിക്കകത്ത് തന്നെ ഇട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ദിവസം ഇത് ഓരോന്ന് വെച്ച് കഴിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. ആ ഒരു വെള്ളം കൂടി കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്.
അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.